എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സെറ്റിൻ്റെ ഇതുപോലൊരു പാവാടയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പാവാട വലിയ പഴക്കമുള്ളതൊന്നും അല്ല കേട്ടോ. ആ പാവാടയാണ് ഞാനിതാ ഇതുപോലൊരു ടോപ്പാക്കി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ വർഷം ഓണം വിഷുവിനൊക്കെ വരുമ്പോഴാണല്ലോ കുട്ടികൾക്ക് നമ്മൾ ഇതുപോലത്തെ സെറ്റിൻ്റെ പാവാടയൊക്കെ മേടിച്ചു കൊടുക്കുന്നത്. പിന്നെ അത് അവർക്ക് വണ്ണം കുറയുമ്പോഴോ അല്ലെങ്കിൽ ഇറക്കം കുറയുമ്പോഴൊക്കെയാണ് അവരത് ഉപയോഗിക്കാതെ മാറ്റി വയ്ക്കുന്നത്. അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു പാവാടയാണ്, വലിയ പഴക്കമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഓണ ടൈമിൽ നമുക്ക് ഇതുപോലെ നല്ല ഡ്രസ്സ് തയ്ച്ച് നമുക്കും എടുക്കാമല്ലോ. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമുക്കും ഒന്ന് ഇടാമല്ലോ. അമ്പലത്തിൽ പോകുമ്പോഴാണല്ലോ നമ്മൾ കൂടുതലായിട്ട് സെറ്റിൻ്റെയൊക്കെ സാരി ഉടുക്കുക അല്ലെങ്കിൽ സെറ്റിൻ്റെ ചുരിദാർ ഇടുക. അപ്പോൾ ഇത് നല്ലൊരു പാവാടയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിനെ അടിപൊളി ഒരു ടോപ്പാക്കിയേക്കാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ആ ടോപ്പിൻ്റെ ആ മേളിൽ നിന്നുള്ള പടിയൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റി. ഇത് ആ പാവാടയുടെ സെൻറ്ററിൽ വന്നൊരു ബോർഡറായിരുന്നു കേട്ടോ. അത് ഞാൻ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്ത് പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ചുകൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നമ്മുടെ ടോപ്പിൻ്റെ അളവിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് രണ്ടാക്കി ഒന്ന് മടക്കി ഒന്ന് ഇട്ട് കേട്ടോ. മടക്കി ഇട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടോപ്പിൻ്റെ അളവിൻ്റെ വണ്ണത്തിനനുസരിച്ചാണ് ഞാനിപ്പോൾ ഒന്ന് മടക്കി ഇട്ടിരിക്കുന്നത്. ഇനി നമ്മുടെ അളവ് ഒരു ടോപ്പ് എടുത്തുകൊണ്ട് വരിക കേട്ടോ. ടോപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തയ്യലത്തും കൂടെ ചേർത്ത് വേണം ഈ തുണിയൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ സൈഡ് സ്ലിറ്റ് വരാത്ത ഒരു ടോപ്പാണ് എടുത്തേക്കുന്നത്. സെൻറ്റർ ഭാഗത്തൊരു സ്ലിറ്റ് വരുന്ന ഒരു ടോപ്പ് എടുത്തിട്ടാണ് ഞാൻ അളവിനായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇറക്കം വേണം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിൻ്റെ മേളിലോട്ടുള്ള ഭാഗത്ത് ജോയിൻറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ടോപ്പിൻ്റെ വണ്ണത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് ഞാൻ തുണി ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തുണി ഇനി നമുക്കൊന്ന് 2 പീസാക്കി എടുക്കണം. അപ്പോൾ ഇനി ചുരിദാറിൻ്റെ ഷേപ്പിലായിട്ട് ഇനി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 2 പീസ് തുണിയായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം വണ്ണം വേണോ വണ്ണത്തിന് അനുസരിച്ചാണ് ഈ തുണി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. തയ്യലത്തും കൂടെ ചേർത്താണ് എടുത്തിരിക്കുന്നത്. അത് 2 പീസ് മാറ്റി വെച്ചു. ഇത് ബാലൻസ് ഉള്ള തുണിയാണ് കേട്ടോ. അപ്പോൾ ഈ ബാലൻസ് ഉള്ള തുണിയിൽ നിന്ന് ആ താഴെ നിന്ന് വരുന്ന ആ ബോർഡറൊന്നും ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തുനിന്ന് ഇത്രയും വീതിക്കായിട്ട് ആ ബോർഡർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബോർഡർ ഒന്ന് ചെറിയ പീസുകളാക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ജോയിൻറ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഈ പീസുകൾ ഞാൻ എത്രത്തോളം നീളത്തിലാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ടോപ്പിന് എത്രത്തോളം ഇറക്കം കുറവാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഇറക്കം കുറവ് ഞാൻ ഈ ഒരു ബോർഡറിൽ ആ ഇറക്കം കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബോർഡറെല്ലാം കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ പീസായിട്ട്. അതെല്ലാം കൂടെ ഇതുപോലെ വെച്ച് ഞാനങ്ങ് ജോയിൻറ്റ് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിന് ഫ്രണ്ടിലൊരു ഡിസൈനും വരും. ആ ഇറക്കക്കുറവിട്ട് നമുക്ക് അറിയത്തുമില്ല. ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ യോക്ക് പോർഷൻ്റെ അവിടെ നിന്നല്ല നമ്മൾ തുണി ഇറക്കം കൂട്ടിയെടുക്കുന്നത്. പിന്നെ ബാക്ക് പീസിൽ നമ്മൾ പ്ലെയിൻ തുണി തന്നെയാണ് കൊടുക്കുന്നത്. ബാക്ക് ഈ സെയിം തുണി തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ പീസുകളെല്ലാം കൂടെ ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഫ്രണ്ട് പീസിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. അതാ ഇങ്ങനെ വെച്ചിട്ട് ഒന്നിച്ചങ്ങ് നേരെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലൊരു ഡിസൈനും വരും. അപ്പോൾ ടോപ്പിൻ്റെ ഇറക്കവും കറക്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പീസ് ഓക്കെ. ഇതേപോലെ തന്നെ ബാക്കിൽ ഞാൻ പ്ലെയിൻ ആയിട്ടുള്ളൊരു തുണിയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതാ ബാക്കിൽ ഞാനിതാ ആ ഇറക്കക്കുറവ് വന്നിരിക്കുന്നത് ഇതുപോലൊരു തുണിയാണ് കൊടുത്തിരിക്കുന്നത്. അത് വലിയ കുഴപ്പമില്ല. നമ്മുടെ ഷോളറിൻ്റെ കുറച്ച് താഴോട്ടായിട്ട് ബാക്കിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുടി വന്ന് കിടക്കുമ്പോൾ അതങ്ങനെ ഒരു സ്റ്റിച്ചിങ് ഒന്നും ഒരു വൃത്തികേടായിട്ടൊന്നും നിൽക്കത്തില്ല. പിന്നെ ഞാനിതപ്പോൾ 2 പീസും കൂടെ ഒന്നിച്ചിടുകയാണ്. ഇനി നമുക്ക് ചുരിദാറിൻ്റെ ഷേപ്പിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ കഴുത്തും കൈക്കുഴിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി. അപ്പോൾ 2 പീസും കൂടെ ഒന്നിച്ച് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 പീസും കൂടെ ഒന്നിച്ച് മടക്കിയിടുന്ന സമയത്ത് ബാക്കിലും ഫ്രണ്ടിലും ഒരേ നെക്ക് തന്നെയാണ് അടയാളം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാത്രം കഴുത്ത് ഒരുപോലെ അടയാളം ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ നെക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അളവിനെടുത്തിരിക്കുന്ന ടോപ്പിൻ്റെ നെക്ക് ബോട്ട് നെക്കാണ് വരുന്നത്. അപ്പോൾ ആ സെയിം ആയിട്ട് തന്നെ ഒന്ന് അടയാളം ചെയ്യുക. പിന്നെ കൈക്കുഴി പിന്നെ ആ ഒരു ഷേപ്പിൽ തന്നെ സൈഡിൽ നിന്നായിട്ട് അടയാളം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇത് കൈക്കുഴിയൊക്കെ കറക്റ്റായിട്ടൊന്ന് പോയിൻ്റ് ചെയ്തിട്ട് ഇതുപോലെ ചരിച്ചൊന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് താഴോട്ട് തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് വേണം ഈ ഷേപ്പായിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഓപ്പൺ അല്ല വരുന്നത് കേട്ടോ. അപ്പോൾ സൈഡ് സ്ലിറ്റ് വേണ്ടവർക്കാണെങ്കിൽ അപ്പോൾ സ്ലിറ്റ് ഉള്ളൊരു ചുരിദാർ എടുത്തിട്ട് ഇതുപോലെ തന്നെ സൈഡൊക്കെ കറക്റ്റായിട്ട് ഷേപ്പ് വരച്ച് താഴോട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് സൈഡ് സ്ലിറ്റ് അല്ല, ഇത് അംബ്രല കട്ട് പോലെയാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ ഇതാ ഞാൻ നെക്കിൻ്റെ ഭാഗമാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ബോട്ട് നെക്ക് ആയതുകൊണ്ട് ഫ്രണ്ടും ബാക്കും ഞാൻ അത് തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരുപോലെ തന്നെ അടയാളം ചെയ്യുകയാണ്. അപ്പോൾ ഒന്നിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് നമുക്ക് ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്കിനെ പോലെ വേണ്ട എന്നുണ്ടെങ്കിൽ 2 രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാവുള്ളൂ കേട്ടോ.
അപ്പോൾ ഇത് ഞാൻ ഒന്നിച്ചിട്ട് തന്നെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ടോപ്പ് വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നെക്കിൻ്റെ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതാ സൈഡിൽ നിന്നായിട്ട് കൈക്കുഴി കട്ട് ചെയ്തു. അതിന് ശേഷം ഇതാ ഷേപ്പായിട്ട് ഇതാ താഴോട്ട് കട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ലൈനിങ്ങും കൂടെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൽ നമുക്ക് കൈക്കുഴിയും ഷേപ്പായിട്ട് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ തുണി കട്ട് ചെയ്ത് കഴിഞ്ഞു. കണ്ടത് ഫ്രണ്ട് നല്ലൊരു ഡിസൈനായിട്ട് കിട്ടിയില്ല. ബോർഡർ എല്ലാം കൂടെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തപ്പോൾ ടോപ്പിൻ്റെ ഇറക്കം കുറഞ്ഞത്. അപ്പോൾ നമ്മൾ ബോർഡർ വെച്ച് അവിടെ അത് കറക്റ്റ് ആക്കുകയും ചെയ്തു. നല്ലൊരു ഡിസൈനും കിട്ടി. അപ്പോൾ ഇത് ലൈനിങ് ആണ് കേട്ടോ. നമ്മൾ ടോപ്പിൻ്റെ തുണി കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ 2 പീസ് ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ലൈനിങ് തുണിയിൽ നമ്മൾ നെക്കിൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ടില്ല. പിന്നെ ലൈനിങ് തുണിയുടെ ഇറക്കവും നമ്മൾ കുറച്ചാണ് കട്ട് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പിൻ്റെ തുണിയുടെ അത്രയും തന്നെ ഇറങ്ങിയല്ല നിൽക്കുന്നത്, അതിനെക്കാട്ടിലും കുറച്ചുകൂടെ കയറി നിൽക്കണം. പിന്നെ നെക്കിൻ്റെ ഭാഗം ഇതാ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ലൈനിങ് തുണിയിൽ നിന്ന് ആ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയുന്നത് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള തുണി എടുത്തിട്ട് ഇനി നമുക്ക് നമ്മുടെ ടോപ്പിനുള്ള കൈക്കുള്ള തുണിയും കൂടി എടുക്കണം. അപ്പോൾ അത് ബാക്കിയുള്ള തുണിയാണ് കേട്ടോ. അപ്പോൾ ആ തുണി ഞാനൊന്ന് 2ആക്കി മടക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അളവ് ടോപ്പിൻ്റെ കൈയാണ് കറക്റ്റായിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ അതെടുത്ത് ഇതുപോലെ മേളിലേക്ക് വെച്ചിട്ട് അതിനെക്കാട്ടിലും കുറച്ചുകൂടെ വണ്ണത്തിലായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. തയ്യൽ തുമ്പും കുറച്ച് വണ്ണം കൂടെ കൂട്ടിയിട്ട് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും എത്രയാണെന്ന് വെച്ചാൽ അതുപോലെ വേണ്ട അനുസരിച്ച് കൈയുടെ അളവ് വെച്ചിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ടോപ്പിനുള്ള കൈക്കുള്ള തുണി നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ 2 പീസ് കൈക്കുള്ള തുണിയായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ താഴെ വശം നമ്മളിങ്ങനെ ചെറിയ വീതിയിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതാ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ലൈനിങ് ആദ്യം താഴെ വയ്ക്കുക. അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ടോപ്പിൻ്റെ തുണി ഇതാ ചീത്തവശമായിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ ചീത്തവശമായിട്ട് വെച്ചിട്ട് നെക്കിൻ്റെ ഭാഗം റൗണ്ടിലങ്ങ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ലൈനിങ്ങിൻ്റെ ആ റൗണ്ട് ഭാഗം നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ല വശമായിട്ട് തിരിച്ചെടുക്കുക. ബാക്ക് പീസും അതേപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഫ്രണ്ടിലെ നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ലൈനിങ് താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ടോപ്പിൻ്റെ തുണി തിരിച്ച് വെച്ചിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തു. പിന്നെ ഇതാ നെക്കിൻ്റെ ഭാഗത്തുനിന്ന് ലൈനിങ് തുണി റൗണ്ടിൽ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലൊന്ന് പോന്തി കൊടുക്കുക. അതിനുശേഷം നല്ല ഭാഗത്തേക്ക് നമ്മുടെ ടോപ്പിൻ്റെ തുണി ഇതുപോലെ തിരിച്ചു കൊണ്ടുവരിക. ഇനി നല്ല വശത്തൂടെ ഒന്ന് ആ നെക്കിൻ്റെ ഭാഗത്തൂടെ റൗണ്ടായിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇനി ബാക്ക് വശത്തും ഇതേപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ബാക്കിലെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ സെയിമായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നെക്ക് റെഡി ആയിട്ടുണ്ട്. ബാക്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് കൈയുടെ തുണി എടുക്കുക. നമ്മുടെ ടോപ്പിൻ്റെ കൈയുടെ തുണി എടുത്തിട്ട് ഇതാ സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അടുത്ത നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് ഷോൾഡർ ഭാഗത്തുനിന്ന് ജോയിൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലെ ബാക്ക് പീസ് എടുത്ത് നല്ല വശമായി തിരിച്ചിടുക. അതിൻ്റെ മുകളിലോട്ട് ഇതാ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ തിരിച്ച് വെക്കുക. ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ഇതാ ഈ മുകളിൽ നിന്ന് ഷോൾഡർ ഭാഗം ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ജോയിൻറ്റ് ചെയ്ത ഭാഗം ഞാനിവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈയുടെ തുണി എടുക്കുക കേട്ടോ. കൈയുടെ തുണി എടുത്തിട്ട് ഇതാ ഈ ഷോൾഡറിൻ്റെ നടുക്ക് ഭാഗത്തുനിന്ന് ഈ കൈയുടെ സെൻറ്റർ ഭാഗം ഇതാ ഷോൾഡറിൻ്റെ നടുക്ക് ഭാഗത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ ആദ്യം ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ 2 കൈയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. കൈയുടെ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ഇതിൻ്റെ താഴ്വശം വന്നിട്ട് ലൈനിങ്ങിൻ്റെ താഴ്വശം 2 സൈഡിലും മടക്കി സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇതുപോലെ ചെറിയ വീതിയിലൊന്ന് മടക്കുക. എന്നിട്ട് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. ഇപ്പോൾ 2 സൈഡിൽ. അപ്പോൾ ഇത്രയും ഭാഗം വീഡിയോയിൽ കാണിക്കുന്നില്ല. അങ്ങനെ ചെയ്തെടുത്തിട്ട് ഇതാ ഇതുപോലെ ടേബിളിൽ വിരിച്ചിട്ടിട്ട് അതിനുശേഷം നമ്മുടെ അളവെടുത്ത് അതിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ടുള്ള വണ്ണം ഷേപ്പ് ഒന്ന് ഇതുപോലെ ഒന്ന് 2 സൈഡിൽ നിന്നായിട്ടൊന്ന് അടയാളം ചെയ്യുക കേട്ടോ. 2 സൈഡിൽ നിന്നായിട്ട് വണ്ണം അടയാളം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കൈയുടെ അവിടെ തൊട്ട് മേളിൽ തൊട്ട് ഈ സൈഡിൽ നിന്ന് താഴോട്ട് വരെ 2 സൈഡിൽ നിന്നായിട്ട് ക്ലോസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഇത്രയും കൂടി നമുക്ക് ഈ ഒരു ടോപ്പിൽ സ്റ്റിച്ചിങ് വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ബോർഡർ വരുന്നതുകൊണ്ട് കേട്ടോ. ഇതപ്പോൾ നമ്മൾ 2 സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് അതിലേ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പം 2 സൈഡിൽ നിന്ന് ഒന്ന് ക്ലോസ് ചെയ്ത് ഇനി കൊണ്ടുവരിക. അപ്പോൾ അതും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതുപോലെ ഒന്ന് ചെയ്തുകൊണ്ട് വരിക കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു. ഇതാ ഞാൻ ഇട്ട് കാണിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ടോപ്പല്ലേ.
ഇതാ നമുക്ക് പുറത്ത് പോകുന്ന സമയത്ത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ നല്ല ഒരു ടോപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ സെറ്റിൻ്റെ പാവാടകളൊക്കെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതൊക്കെ നമ്മുടെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ ഈ ചെയ്ത് കാണിച്ച പോലെ ഒന്ന് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു ടോപ്പാണ് പെട്ടെന്ന് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.